പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. നിങ്ങൾ വൈകി പോകരുത് ഒരിക്കലും. കാരണം ഇപ്പൊ തന്നെ ആൾറെഡി നിങ്ങൾ വൈകി പോയിരിക്കുന്നു. ഇനി ഒരിക്കലും നിങ്ങൾ വൈകി പോകരുത് എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രീ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അത് നമ്മൾ കമന്റ് സെക്ഷനിൽ, നിങ്ങൾ യൂട്യൂബിൽ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് അതിന്റെ കമന്റ് സെക്ഷനിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രീ ലൈവ് ക്ലാസ്സസ്, ഇതുപോലുള്ള ക്ലാസ്സസ് നമ്മുടെ കൂടെ അറ്റൻഡ് ചെയ്യാം. അതുകൂടാതെ നമ്മളുടെ ലാ ഓഫ് അട്രാക്ഷനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന നെക്സ്റ്റ് ലെവൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ പെയ്ഡ് ക്ലാസ് പ്രോഗ്രാമും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും അതിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. എന്ത് കാര്യമാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്? ആ കാര്യം നമുക്ക് ഫിക്സ് ചെയ്താൽ നമ്മുടെ ലൈഫിനെ എങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകം ഒരിക്കലും ഇതില് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ ലോകം കഷ്ടപ്പെടുന്ന ആളുകളുടെ ലോകമാണെന്ന്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ചാനലിൽ ടൈപ്പ് ചെയ്തേ. ഈ ലോകം കഷ്ടപ്പെടുന്ന ആളുകളുടെ, ഭയങ്കരമായി അധ്വാനിക്കുന്ന ആളുകളുടെ ലോകമാണെന്ന്. ഇപ്പം നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ആളുകളായിരിക്കും ഇവിടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത്. ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ചാനലിലേക്ക് ടൈപ്പ് ചെയ്തേ. ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ ലോകം കഷ്ടപ്പെടുന്ന ആളുകളുടെ ലോകമാണെന്ന്? ചാറ്റിലെ ഒന്ന് റെസ്പോൺസ് ചെയ്തേ. എത്ര പേര്? അല്ലാത്തവർ നോ എന്ന് ടൈപ്പ് ചെയ്യാം. കഷ്ടപ്പെടുന്ന ആളുകളുടെ ലോകമാണ്, യൂണിവേഴ്സ് ആണ് ഇതെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അല്ലാത്തവർ നോ ഒന്ന് റെസ്പോൺസ് ചെയ്യണേ. ചാറ്റിലേക്ക് ടൈപ്പ് ചെയ്തേ. ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്? അതുമുണ്ട്, തീർച്ചയായിട്ടും. നോ നോ. നമ്മൾ മനസ്സിലാക്കേണ്ട അത് എന്തുകൊണ്ടാണ്? എത്ര പേര് ലോ ഓഫ് അട്രാക്ഷനെ പറ്റി കേട്ടിട്ട് ഒരു 3 മാസത്തിൽ കൂടുതലായി? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഉള്ളവർ എസ് എന്ന് ടൈപ്പ് ചെയ്തേ. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ട് 3 മാസത്തിൽ കൂടുതലായവർ എസ്, അല്ലാത്തവർ നോ എന്ന് ടൈപ്പ് ചെയ്യാം. ഒന്ന് ടൈപ്പ് ചെയ്തേ. യെസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത്, ഈ ലോകം കഷ്ടപ്പെടുന്ന ആളുകളുടെ ലോകമല്ല. എന്തുകൊണ്ട് നമ്മൾ കഷ്ടപ്പെടുന്ന ആളുകളുടെ ലോകമെന്ന് നമ്മൾ വിചാരിച്ചു വെച്ചു എന്ന് വെച്ചാൽ, അതിന് കാരണം നമ്മൾ കേട്ട് വളർന്നത് അതാണ്. നമ്മൾ കാലങ്ങളായിട്ട് നമ്മൾ കേട്ട് വളർന്ന കാര്യം എന്ന് പറയുന്നത് ഈ ലോകം കഷ്ടപ്പെടുന്ന ആളുകളുടെ ലോകം എന്നുള്ളതാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിക്കുന്ന ഓരോ വ്യക്തിയും കേട്ട് വളരുന്നത് എന്താണ്? ജീവിതം സുഖ ദുഃഖ സമൃദ്ധമാണ്. ഇവിടെ കഷ്ടപ്പെട്ടാൽ മാത്രമേ കാശ് ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഈ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിക്കുന്ന, അല്ലെങ്കിൽ വളരെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഒരു ഫാമിലിയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും കേട്ട് വളർന്നിരിക്കുന്നത് ഈ ലോകം കഷ്ടപ്പെടുന്ന ആളുകളുടെ ലോകമാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ആവർത്തിച്ച് കേട്ടതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഇന്നും കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കേണ്ടി വരുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ കഷ്ടപ്പെടുന്നുണ്ടോ? ഇൻവെസ്റ്റേഴ്സ് ആദ്യമേ കഷ്ടപ്പെട്ടെന്നൊരു ഇപ്പൊ ഉദാഹരണം, നിങ്ങൾ പലപ്പോഴും റോബോട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്നൊരു പുസ്തകം വായിച്ചിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ വായിക്കണം. മില്യൺ കോപ്പി ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള റോബോട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പൂർ ഡാഡിൽ പറയുന്നത് അങ്ങനെയാണ്: ഡു നോട്ട് വർക്ക് ഫോർ മണി, മേക്ക് മണി വർക്ക് ഫോർ യു. നമ്മൾ ഒരിക്കലും പൈസയ്ക്ക് വേണ്ടി കഷ്ടപ്പെടരുത്, മറിച്ച് നമ്മള് പൈസയെ കൊണ്ട് പണിയെടുപ്പിക്കണം എന്നുള്ളതാണ്. വളരെ നിസ്സാരമായ ക്യാപിറ്റൽ, 1 ലക്ഷം രൂപയ്ക്ക് പോലും ഒരു സലൂൺ ഇടുന്ന ആളുകളുണ്ട്. 1 ലക്ഷം രൂപയ്ക്ക് ഒരു ചെറിയൊരു ബാർബർ ഷോപ്പ് ഇടുന്ന ആളുകളുണ്ട്. 50,000 രൂപയ്ക്ക്, ഇന്നത്തെ കാലമാണെങ്കിൽ ഓൺലൈൻ യുഗത്തില് സ്ത്രീകളായിട്ടുള്ള ആളുകള് എന്ത് ചെയ്യുന്നുണ്ടാവും? സ്ത്രീകളായിട്ടുള്ള ആളുകള് എന്ത് ചെയ്യുന്നുണ്ട്? ബൊട്ടീക്ക് തുടങ്ങുന്നുണ്ട്, ഓൺലൈൻ സ്റ്റോറുകൾ തീരെ കുട്ടികളായിട്ടുള്ള സ്ത്രീകൾ റീസെല്ലിങ് ചെയ്യുന്നുണ്ട്, കോളേജിലൊക്കെ പഠിക്കുന്ന സ്ത്രീകൾ റീസെല്ലിങ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവും? അപ്പോൾ ആളുകളൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് കാശ് ഉണ്ടാക്കുന്നത്.
അപ്പൊ അതാണ് പ്രോസസ്സ്. അവരൊക്കെ പലപ്പോഴും അവർക്ക് സ്റ്റാഫുകൾ കാണും. അവർക്ക് അവർ ആ ബിസിനസ്സുകാരൊക്കെ അവരെ കൊണ്ട് മറ്റാളുകളാണ് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഇൻവെസ്റ്റേഴ്സ് ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അവര് ഇപ്പൊ നിങ്ങൾ പറയും അവര് ബിസിനസ്സിലൂടെ മാർഗത്തിലൂടെയാണ് കാശ് ഉണ്ടാക്കുന്നവർ, കഷ്ടപ്പെടേണ്ടി വരില്ല. ഞാനിത് പറയാൻ കാരണം വേറൊന്നുമല്ല, ലോകത്തെ എല്ലാ ആളുകളും കഷ്ടപ്പെട്ടിട്ടല്ലെന്നേ കാശ് ഉണ്ടാക്കുന്നത്. പിന്നീടുള്ള കാര്യം, നിങ്ങൾ എവിടെ ജനിച്ചു എന്നുള്ളത് യാതൊരു പ്രധാനമല്ല. നിങ്ങൾ ഏത് സ്ഥലത്ത് ജനിച്ചു, കാരണം അപ്പൊ നമ്മൾ അതിനൊരു സൊല്യൂഷൻ, പക്ഷെ ഇത് അംഗീകരിക്കുക അംഗീകരിക്കാതിരിക്കുക. നിങ്ങൾ ഒരു പണക്കാരന്റെ വീട്ടിൽ ജനിച്ചായിരുന്നുള്ളത് നമുക്കിപ്പോ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞെങ്കിൽ മേ ബി അത് വിശ്വസിക്കാതിരിക്കാം, ഞാൻ അത്രത്തോളം അതിൽ വിശ്വസിക്കുന്നില്ല. അവർ മേ ബി കഴിഞ്ഞ ലൈഫിൽ ചെയ്ത, അല്ലെങ്കിൽ കഴിഞ്ഞ ലൈഫിൽ അവർ പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെന്റെ ഫലമായിട്ടാണ്, അല്ലാതെ ഒന്നും ഇവിടെ വെറുതെ സംഭവിക്കുന്നില്ല. എന്റെ ക്ലാസ്, എനിക്ക് ഇന്നിപ്പോ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ക്ലാസ് ഇല്ലായിരുന്നു, ഇന്ന് ക്ലാസ് വിളിക്കാൻ തോന്നുന്നത് നിങ്ങൾ ആരൊക്കെയോ എവിടേക്കോ ഇരുന്ന് ആ ചിന്തകളാകുന്ന പ്രോസസ്സ് നിങ്ങൾ അറിയാതെ ചെയ്തു. അതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഈ സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് തന്നെ കിടക്കാം. അധികം നമ്മൾ ഇനി താമസിച്ചു പോകരുത്. ഇന്നിപ്പോ തന്നെ ഇപ്പൊ അദ്ദേഹം ഈ ഗ്രൂപ്പിൽ ഇന്നിപ്പോ ക്ലാസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം എന്തോ കാരണം കൊണ്ട്, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, എന്തോ കാരണം കൊണ്ട് അദ്ദേഹം ലെഫ്റ്റ് ആയി പോയി. പക്ഷെ അദ്ദേഹം റിലേഷൻഷിപ്പ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, പേര് നമുക്ക് പറയാൻ പറ്റില്ല, റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിട്ടാണ് അദ്ദേഹം നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. ആദ്യമൊക്കെ ഇദ്ദേഹം ഫോളോ ചെയ്തു. നമ്മുടെ ക്ലാസ്സിലുള്ള മിക്ക ആളുകളുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്, ഈ മണി ഉൾപ്പെടെ, മണി പക്ഷെ കുറച്ചുകൂടെ സ്പീഡായിട്ട് നടക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിട്ടാണ് ആദ്യം നമ്മളെ കോൺടാക്ട് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു ഒന്നും വർക്ക് ചെയ്യുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്, ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ചൂടായിട്ടൊക്കെ സമയം, ഈ റിലേഷൻഷിപ്പ് ആയിട്ട് വരുന്ന ആളുകൾക്ക് കുറച്ചൊരു ഫയർ കൂടുതലാണ്. കാരണം അവർ അത്രയും അത് ഹോണ്ട് ചെയ്യും. ഇപ്പം മണിയൊക്കെ നമുക്ക് പിന്നെയും കഷ്ടപ്പെട്ട് കൊണ്ടാക്കാം. പക്ഷേ ഒരു 2-3 മാസം, ഒരു കുറച്ച് മാസങ്ങൾക്ക് ഇപ്പുറം ഇന്ന് അദ്ദേഹം എനിക്ക് മെസ്സേജ് അയക്കുകയാണ്, എൻ്റെ റിലേഷൻഷിപ്പ് ഏറെക്കുറെ മാനിഫെസ്റ്റ് ആയി. അപ്പൊ എന്തായിരിക്കും അദ്ദേഹത്തിന്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനൊരു പെൺകുട്ടിയുമായിട്ട് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു അഫയറിലാണെങ്കിൽ എന്താണ്, എനിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടായിരിക്കില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. കാരണം നിങ്ങളുടെ ആ വ്യക്തി വ്യത്യാസമാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മണി മാനിഫെസ്റ്റ് ചെയ്യണോ, വളരെ എളുപ്പമാണ്. കാരണം എന്താണ്, മണിക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു റൈറ്റ് ഇല്ല. തീരുമാനങ്ങൾ എടുക്കാനുള്ള അതൊരു ഒരു ഒരു മെറ്റീരിയലാണ് അല്ലേ. നിങ്ങൾക്കൊരു വീട് വാങ്ങിക്കണം, ഒരു കാറ് വാങ്ങിക്കണം, വളരെ എളുപ്പത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാം, ബുദ്ധിമുട്ടൊന്നുമില്ല. വീടും കാറും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ വളരെ എളുപ്പത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാം. കാരണം അതിനൊരു സ്വന്തമായ തീരുമാനം, പക്ഷെ എടുക്കാനുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പവർ ഇല്ല. റിലേഷൻഷിപ്പ് പാടാണ്. എങ്ങനെയുള്ള റിലേഷൻഷിപ്പ് പാട്, നിങ്ങൾക്കൊരു വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു ഐഡിയൽ ആയിട്ടൊരു പേഴ്സൺ നിങ്ങളുടെ മനസ്സിൽ സങ്കല്പം എളുപ്പമാണ്. പക്ഷെ അതേസമയം ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്, എക്സ് ആണ്, അവരെയൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ പാടാണ്. കാരണം നിങ്ങൾ ചിന്തിക്കാൻ കഴിവുള്ളത് പോലെ അയാൾക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ട്. മണി വളരെ എളുപ്പമാണ്. ഈ മണിയും ഈ വ്യക്തികൾ ബന്ധങ്ങളെ റിലേറ്റ് ചെയ്യുന്നു. ഞാനിപ്പോ ഉദാഹരണം, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാളോട് ഞാൻ സംസാരിച്ചു. അദ്ദേഹത്തിന് പറഞ്ഞു, നിങ്ങൾ എല്ലാ ദിവസവും ചാരിറ്റി ചെയ്യണം. അതിന് കാരണം ചെറിയൊരു വിഹിതം ചാരിറ്റി ചെയ്യണം. കാരണം വെച്ച് നിങ്ങളുടെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് 2-2.5 രൂപയെങ്കിലും നിങ്ങൾ ചാരിറ്റി ചെയ്യണം എന്ന് പറഞ്ഞു. അതെന്തെന്നറിയാമോ? ഇപ്പോ നിങ്ങൾ ഒരാൾക്ക് 2.5 രൂപ, അത് ഒരു മൂല്യമായിട്ടാണ് ചെയ്യേണ്ടത്, പക്ഷെ അതിന്റെ ഗുണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരാൾക്കൊരു ഒരു 100 രൂപ 500 രൂപ കൊടുത്ത് ഒരു ഫുഡ് വാങ്ങിച്ചു കൊടുത്തു. അയാൾ നിങ്ങളെ പറ്റി എന്ത് മനസ്സിൽ ചിന്തിക്കും? ഇവൻ ആശീർവാദങ്ങൾ വരും, ഇവരെ ബ്ലസ് ചെയ്യും. പണ്ടത്തെ പൂർവികന്മാരൊക്കെ ഗുരുത്വം ഇല്ലായ്മ എന്നൊക്കെ പറഞ്ഞ് കേട്ടത് സംഭവം ഇതാണ്. കാരണം അവരുടെ അടുത്ത് നേരെ പെരുമാറുമ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ ബേഡ് ക്ലാസ്സിൽ പറയുന്ന കാര്യമാണ്, ഞാൻ ഫ്രീ ആയിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യാം. നമുക്ക് എപ്പോഴും സോഴ്സ് എനർജി പ്രോപ്പർ ആയിരിക്കണം ഞാൻ പറയാം. സോഴ്സ് എനർജി ഏതാ? നമ്മുടെ സോഴ്സ് എനർജി നമ്മുടെ അച്ഛനും അമ്മയാണ്. ഈ റിലേഷൻഷിപ്പ് ഒക്കെ പെട്ടെന്ന് വീട്ടിൽ നിന്നൊക്കെ പിണങ്ങിയൊക്കെ പോകുന്നു, ഒരിക്കലും നിങ്ങൾ പൊക്കോളൂ. പക്ഷെ ആ സോഴ്സ് എനർജി പ്രോബ്ലം വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് വെല്ലുവിളികൾ വരും. അതേ കണക്ക് തന്നെ മറ്റുള്ള മനുഷ്യരുടെ എനർജി ചാറ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ ആശീർവദിക്കുമ്പോൾ അയാളുടെ എനർജി, നിങ്ങൾ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലുമൊക്കെ മോശം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തു പോയോ അതൊക്കെ കഴുകി കളയാൻ പറ്റും. എന്താണ്?
കാരണം നിങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്നത് ഇത് നിങ്ങൾക്കൊരു 1 ലക്ഷം രൂപ ഉണ്ടാക്കുന്നെങ്കിൽ ഒരു 2500 രൂപയെങ്കിലും ചാരിറ്റി കൊടുക്കുക. ഇങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങൾ കൊടുക്കുമ്പോൾ പല മനുഷ്യരുടെ കയ്യിലേക്കാണ് ആ കാശ് എത്തപ്പെടുന്നത്. അവർക്കൊരു ഉപകാരം ചെയ്യുന്നുള്ളത് കൊണ്ട് അവർ നിങ്ങളെ ആശീർവദിക്കും. ആ ആശീർവാദം യൂണിവേഴ്സിലേക്ക് പോവുകയാണ്. ആ ആശീർവാദം എന്താണ്? നിങ്ങൾക്ക് ഒരുപാട് മാനിഫെസ്റ്റേഷൻ. ഉദാഹരണം പറയാം. MA യൂസഫ് അലി സാറ്, അദ്ദേഹം നിരന്തരമായി ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ്, ശരിയല്ലേ? അദ്ദേഹത്തിന് ഒരു ഹെലികോപ്റ്റർ ക്രാഷ് ഉണ്ടായി, അയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടില്ലേ? കാരണം ആളുകളുടെ ആശീർവാദം, അതായത് അയാൾ നല്ലത് ചെയ്യുന്നത് കൊണ്ടല്ല. എന്നെ പോലെ ഒരു എനർജി ബേസ്ഡ് ഞാൻ നിങ്ങളെ പറ്റി മോശമായി ചിന്തിച്ചാൽ, നിങ്ങൾ മറ്റൊരു മനുഷ്യനെ പറ്റി മോശമായി ചിന്തിച്ചാൽ നിങ്ങൾക്ക് കൂടി പ്രശ്നമാണ്. നിങ്ങൾക്ക് കൂടി പ്രശ്നം. അതേസമയം മറ്റൊരു മനുഷ്യൻ നിങ്ങളെ പറ്റി നല്ലത്, അതാണ് ഞാൻ വീണ്ടും പറയുന്നത്, ഗുരുത്വം എന്ന് പറയുന്നത് അതാണ്. പൂർവികർ പറയുന്നതെല്ലാം ഒരു തരത്തിലല്ലേ മറ്റു തരത്തിൽ ശരിയാവുകയാണ്. ഗുരുത്വം എന്ന് പറഞ്ഞ് വസ്ത്രധാരണത്തെ പറ്റിയൊന്നും പൂർവികർ പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ ബാക്കിയൊക്കെ കറക്റ്റ് സാധനങ്ങളും ഉണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ പോലും സോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ട്. വാട്ട് യു തിങ്ക് യു ബിക്കം എന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചേഞ്ച് ചെയ്യുക. കാരണം ഇനിയിപ്പോ നമ്മൾ ഈ ഭൂമി വിട്ട് മരിച്ചു പോയിട്ട് നമുക്ക് ഒന്നും ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു 90കളിലേക്ക് നമ്മൾ എത്തപ്പെട്ടിട്ട് ജീവിതം മാറ്റാം എന്ന് പറഞ്ഞിരുന്നാൽ പറ്റില്ല. നിങ്ങൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഫോളോ ചെയ്യേണ്ട ഒരിക്കലും നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ നടക്കാനും ആഗ്രഹങ്ങൾ നടക്കാനും അല്ല. മാത്രമല്ല, അതൊക്കെ ബൈ പ്രോഡക്റ്റ് ആണ്. നമ്മുടെ ട്രേഡിങ്ങിന്റെ അധ്യാപകൻ പറയും, നിങ്ങൾ കാശ് ഉണ്ടാക്കാൻ വേണ്ടി ട്രേഡിങ് വരരുത്, നിങ്ങൾ ബെസ്റ്റ് ട്രേഡർ ആവാൻ വേണ്ടി വരിക. അതേ കണക്ക് നിങ്ങൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ വെച്ച് നിങ്ങളുടെ ആഗ്രഹം നടത്തിയെടുക്കാൻ വേണ്ടി ഒരു പ്രക്രിയ ആയിട്ട് കാണാതെ, അതും ഇത് ബൈ പ്രോഡക്റ്റ് ആണ്. അത് നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ ചെയ്യാം. നിങ്ങളുടെ മനസമാധാനത്തിന് വേണ്ടി ലോ ഓഫ് അട്രാക്ഷൻ അപ്രോച്ച് ചെയ്യും. ഞാൻ പറഞ്ഞ മനസ്സിലാവും? ചാറ്റിലേക്ക് ടൈപ്പ് ചെയ്ത് ഓരോരുത്തരും നിങ്ങളുടെ മനസമാധാനത്തിന് വേണ്ടി നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷന് വന്നാൽ മതി. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ ശരിയാക്കാൻ വരണ്ട. ഒരുപാട് ആളുകൾ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിട്ട് വരാറുണ്ട്. റിലേഷൻഷിപ്പ് ഇഷ്യൂ വേണ്ട. ഈ ലോകത്ത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, മാതാപിതാ ഗുരു ദൈവം എന്നുള്ളതാണ് നമ്മുടെ പൂർവ്വ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലുമല്ല ഞാൻ മാതാപിതാ ഗുരു ദൈവമായിരിക്കണം. എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചെയ്തിരിക്കണം. എൻ്റെ മനസമാധാനം മറ്റൊരു മനുഷ്യന് വേണ്ടി ഒരു പരിധി കൂടുതൽ പിറകെ പോയി കരയേണ്ട ആവശ്യമില്ല. എൻ്റെ മനസമാധാനം, ഞാൻ എന്തോ കുറഞ്ഞവൻ എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ടാണ് മറ്റൊരു മനുഷ്യന്റെ പിന്നിൽ വീണ്ടും വീണ്ടും നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. യെസ് ഓർ നോ? നമ്മൾ അത്ര പോരാ. അതുപോലെ ഞാൻ അത്ര പോരാ, ഞാൻ അത്ര കൊള്ളാവുന്ന ആളല്ല എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഒരു പയ്യന്റെ പിറകെ പോകുന്നത്. കാരണം എന്നിൽ ആ ക്വാളിറ്റി ഇല്ല. അതാണ് ക്വാളിറ്റി വിടുക. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട സ്നേഹമല്ലേ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. നിങ്ങൾക്ക് വേണ്ട അദ്ദേഹത്തിന്റെ പിറകെ നിങ്ങൾ പോകണം, സ്നേഹത്തിനായി പോവണ്ട. നിങ്ങൾ സ്നേഹമായി മാറുമ്പോൾ ലോകത്തിൽ എവിടെയുള്ള ഏതോ ഒരു സ്നേഹമുള്ള മനുഷ്യനും അല്ലെ, നിങ്ങളുടെ വ്യക്തിത്വം അനുസരിച്ചാണ് നിങ്ങളിലേക്ക് ആളുകൾ വരുന്നത് പോലും. അവന്റെ വൈബ് ശരിയല്ലെന്നൊക്കെ ആളുകൾ സംസാരിക്കാറുണ്ട്, അല്ലേ? അപ്പൊ നിങ്ങളിലേക്ക് ആളുകൾ വരുന്നത് പോലും നിങ്ങളുടെ എനർജി ഫോർമേഷൻ കൊണ്ടാണ്. ഇന്നത്തെ ടോപ്പിക്ക് വീണ്ടും എടുത്തു പറയുന്നു, ഇറ്റ്സ് നോട്ട് ടു ലേറ്റ്. പക്ഷേ വീണ്ടും ലേറ്റ് ആക്കരുത്. നിങ്ങൾ ഞാൻ പറയുന്നു, എപ്പോഴും പോസിറ്റീവ് ചിന്തിക്കാൻ പറയുന്നു. ഞാൻ സന്തോഷവാനാണ്, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ എനർജറ്റിക് ആണ്, ഞാൻ എൻതൂസിയാസ്റ്റിക് ആണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ ജീവിതം മനോഹരമാക്കാനാണ്. ഇന്ന് നിങ്ങൾക്ക് കാശില്ലായിരിക്കും, ഇന്ന് നിങ്ങൾക്ക് വസ്ത്രങ്ങളില്ലായിരിക്കും, ഇന്ന് നിങ്ങൾക്ക് ബന്ധങ്ങൾ പോരായ്മ ഉണ്ടായിരിക്കും, ഇന്ന് നിങ്ങൾക്ക് സമൂഹത്തിൽ സോക്കാൾഡ് വിലയില്ലായിരിക്കും. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് അതൊന്നും ഇല്ലെങ്കിലും നാളെ നിങ്ങൾക്ക് ഉണ്ടാകും. പക്ഷെ നാളെ നിങ്ങൾക്ക് അത് ഉണ്ടാവാൻ വേണ്ടിയല്ല നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മളുടെ മനസ്സമാധാനം, അവൻ എന്നെപ്പറ്റി എന്ത് പറഞ്ഞു കാണും എന്നൊരു ചിന്തയ്ക്ക് റീപ്ലേസ് ചെയ്ത് അവൻ എന്നെപ്പറ്റി നല്ലതേ പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് മുന്നേ ഉണ്ടായിരുന്നൊരു സ്വഭാവമാണ്. ആ സ്വഭാവം ഇങ്ങനെയാണ്. അതായത് ആള് എവിടെയെങ്കിലും ഇരുന്നപ്പോൾ അവരെന്നെ പറ്റി എന്ത് ചിന്തിച്ചിട്ടുണ്ടാവോ, ഒരു ക്രൗഡിൽ പോകുമ്പോൾ അതിനു വേണ്ടി ഞാൻ ബിഹേവ് ചെയ്യും. ഇപ്പൊ എനിക്ക് ആരെന്നെ പറ്റി ഞാൻ ഇവരെ പറ്റിയൊക്കെ നല്ലതേ ചിന്തിക്കൂ. ആരെന്നെ പറ്റി എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. അതുകൊണ്ട് എനിക്ക് എന്ത് പറ്റി? ഞാൻ ട്രാവൽ ചെയ്യുന്നു. ഇതിപ്പോ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. ആളുകൾക്ക് ഓൺലൈനായിട്ട് ഇപ്പൊ എനിക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട്. പക്ഷേ ഓൺലൈനായിട്ട് ഇതും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, രണ്ട് ട്രേഡിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ടെന്ന് പറഞ്ഞാൽ ആളുകൾക്കൊക്കെ ഒരു വിലയില്ലമ്മേ. ആ ഒരു വില വെച്ചാലെന്ത്, വില വെച്ചിരിക്കും, ഐ ഡോണ്ട് കെയർ. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയും എൻ്റെ കുടുംബക്കാരുടെ നമ്മളല്ലേ. നിങ്ങൾക്ക് ജീവിതത്തിൽ മനസമാധാനം കിട്ടണമെങ്കിൽ ഒന്ന്, ഇക്കിഗായ് എന്നുള്ള പുസ്തകത്തിൽ കൃത്യമായിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട്. ജപ്പാനിലെ ആയുസ് കൂടൽ എന്ന് പറഞ്ഞിട്ട്, ആയുസ് കൂടുതലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം.
നിങ്ങൾ ഇഷ്ടപ്പെടാത്ത വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൂടെ. എനിക്ക് ഏറ്റവും ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട കാര്യം യാത്രകളാണ്. ഞാനത് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തോ അത് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യും 100%. പ്രത്യേകിച്ച് നിങ്ങളുടെ 70s-ലോ 80s-ലോ 90s-ലോ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് റിഗ്രറ്റ് ചെയ്യും ആ സമയത്ത്. രണ്ട്, സ്ത്രീകളുടെ ഒരു കുഴപ്പമുണ്ട്. സ്ത്രീകള് ഒരു മൊമെന്റ് കഴിയുമ്പം ആ റിലേഷൻഷിപ്പിലോ കല്യാണത്തിലോ ആയ പിന്നെ അവരാണ് എല്ലാം. അത് മാത്രം നോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തിന് നിങ്ങൾ പ്രിഫറൻസ് കൊടുത്തിരിക്കണം. നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഇഷ്ടം, പോയി ചെയ്യണം. ഇന്ന് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇന്ന് ഒരുപാട്, ഞാൻ 100% ഓൺലൈൻ ജീവിക്കുന്ന ഒരാളാണ്. അത് നോർമലി നമുക്കൊരു വർക്ക് ചെയ്ത് ഈ 9 to 5 ജോബ് ചെയ്യുന്ന കിട്ടുന്നതിനെക്കാട്ടിയും തുക അത് അങ്ങനെ കിട്ടും, പോസിബിൾ ആണ് ഇന്നത്തെ കാലത്ത്. ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു പോളിസി ഉണ്ട്, പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സാറും ട്രേഡിങ്ങിന്റെ സാറും അത് പറയുന്നേക്കാം. എനിക്ക് കിട്ടുന്നതിന്റെ 15% ഞാൻ യാത്ര ചെയ്യാൻ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് കാശുണ്ടെങ്കിൽ യാത്ര ചെയ്യും, ഇല്ലെങ്കിൽ വേണ്ട. ഒരു 3, 4, 5 അക്കൗണ്ട്, 1 രൂപ ഇല്ലാത്ത സമയത്ത് എടുത്ത് വെച്ചിട്ടുള്ള കാര്യമാണ്. ഈ 5ാമത്തെ അക്കൗണ്ടിലാണ് യാത്രയ്ക്കുള്ള പൈസ. അതിനൊരു സെപ്പറേറ്റ് ATM കാർഡും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു, നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ജീവിച്ചു, ആളുകളെ സഹായിച്ച് ചാറ്റ് ചെയ്തു, പിന്നെ ലൈഫ് പൂർണ്ണമായി. ഇതിലേതെങ്കിലും ഒന്ന് മാത്രം ചെയ്താലും പൂർണ്ണമാവില്ല. നമ്മൾ എപ്പോഴും ഇതൊക്കെ നേടിയെടുക്കണമെങ്കിൽ ഈ ലോകം എനർജി ബേസ്ഡ് ആണെന്ന് തിരിച്ചറിയാം. ഈ ലോകം എനർജി ബേസ്ഡ് ലോകമാണെന്നുള്ളത് തിരിച്ചറിയാം. എനർജി ബേസ്ഡ് ലോകത്തിൻ്റെ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ചിന്തയും, നിങ്ങളുടെയും എൻ്റെയും ഓരോ ചിന്തയും ഓരോ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലാണ്. ഇന്ന് ഈ സൂം മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയിലൂടെ ഇവിടെ ഇരുന്ന് ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ചിന്തകൾ. കാരണം ഞാൻ നമ്മുടെ ഫ്രീ ക്ലാസ്സുകളിൽ, ഈ ഒരു ക്ലാസ്സിലില്ല, നമ്മുടെ പല ഫ്രീ ക്ലാസ്സുകളിലും ഞാൻ സംസാരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്, എന്താണ്, യു ആർ ദി യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം നിങ്ങൾ ഈ പ്രപഞ്ചം തന്നെയാണ്, പ്രപഞ്ചത്തിൽ നിന്ന് ഞാനും നിങ്ങളും. അതുകൊണ്ടാണ് മറ്റൊരു മനുഷ്യനെ വിഷമിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് സുഖമായി കിടന്നുറങ്ങാൻ സാധിക്കില്ല. മറ്റൊരു ജീവിയെ വിഷമിപ്പിച്ചുകൊണ്ട് പോലും നിങ്ങൾക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും, സുഖമായി കിടന്നുറങ്ങാൻ സാധിക്കില്ല. അതിന് കാരണം എന്ന് പറയുന്നത്, വി ആർ വൈബ്രേഷണൽ ബീയിങ് ബിയോണ്ട് വി ആർ എ മെറ്റീരിയൽ ബീയിങ്. നമ്മളൊരു വൈബ്രേഷണൽ ബീയിങ് ആണെന്നുള്ളതാണ് പ്രയോറിറ്റി കൂടുതൽ. ആ വൈബ്രേഷനാലിറ്റി അനുസരിച്ചാണ് നമ്മളിലെ മെറ്റീരിയലിസ്റ്റിക് ജീവിതം സംഭവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളുടെ മെറ്റീരിയലിസ്റ്റിക് ജീവിതം നമ്മളുടെ വൈബ്രേഷണൽ ബീയിങ്സ് എന്ന് പറയുന്ന സത്യത്തെ, അതാണ് ആദ്യം പ്രധാനം. കാരണം അത് ചേഞ്ച് ചെയ്താൽ മെറ്റീരിയലിസ്റ്റിക് ജീവിതം മാറും. നിങ്ങൾ ഐ ആം ഹാപ്പി എന്ന് 10 പ്രാവശ്യം ചിന്തിച്ചാൽ സുഹൃത്തുക്കളെ നിങ്ങൾ ഹാപ്പിയായി മാറും. ഞാൻ പൂർണ്ണ ആരോഗ്യവാനായ മനുഷ്യനാണ്, എൻ്റെ ജീവിതം ഉജ്ജ്വലമായിട്ടാണ് ഞാൻ ജീവിച്ചു തീർക്കുന്നത് എന്നുള്ള ചിന്ത നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളുടെ ജീവിതം ഓരോ ദിവസവും തോറും ഉജ്ജ്വലമായി ജീവിച്ചു തീരും. നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസിനെ അന്വേഷിച്ചാൽ, പ്രതിസന്ധികളെ നോക്കാതെ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളെ നോക്കിപ്പോയാൽ നിങ്ങളുടെ ഫ്രണ്ടിൽ അവസരങ്ങൾ ഉണ്ടാവും. ഞാൻ നാളെ ചത്തുപോകുമെന്ന് നിരന്തരമായി ചിന്തിക്കുന്നവൻ ഉടനെ ചാവും. പക്ഷെ അതേസമയം എനിക്ക് ദീർഘായുസ്സാണെന്നും എനിക്ക് ഏത് പ്രായത്തിലും പൂർണ്ണ ആരോഗ്യവാനാണ് ഞാനെന്നും നിരന്തരമായി ആവർത്തിച്ച് ചിന്തിക്കുന്നവൻ അങ്ങനെ തീരും. പ്രസന്റ് ടെൻസിൽ പോസിറ്റീവ്. എന്താണോ വേണ്ടത് അത് ഇപ്പൊ ചിന്തിക്കാൻ കഴിയും. വീണ്ടും പറയുന്നു, അധികം താമസിച്ചിട്ടില്ല. നിങ്ങളുടെ ഓരോരുത്തരും നിങ്ങൾ അധികം ഒന്നും താമസിച്ചിട്ടില്ല. നിങ്ങൾ ഇന്ന് എവിടെ നിൽക്കുന്നു അതൊന്നും പ്രധാനമല്ല. ഏറ്റവും പ്രധാനം നമുക്ക് മനസ്സമാധാനം വേണം. നമ്മുടെ മനസ്സമാധാനം വേണമെങ്കിൽ നമ്മുടെ ചിന്തകൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. നിങ്ങൾ താമസിച്ചു പോയിട്ടില്ല, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ഉൾക്കൊള്ളുക, ഇത് എനർജി ബേസ്ഡ് ലോകമാണ്. നിങ്ങൾ ഒരു മാസം
ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ട് ഒരാൾ വിശ്വസിക്കുകയാണ് എനിക്ക് 30,000 രൂപ സാലറി കിട്ടും എന്ന് വിശ്വസിക്കുന്ന ആള് 30,000 രൂപയെ അദ്ദേഹത്തിന് സാലറി കിട്ടും. നമ്മുടെ ഒരു സ്ത്രീയുണ്ട്, ഒരു ക്ലയന്റ് ആണ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. അദ്ദേഹം സിംഗിൾ മദറാണ്. ഓക്കെ, പേര് റിവീൽ ചെയ്യുന്നില്ല, സിംഗിൾ മദറാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹം നമ്മുടെ ക്ലാസ്സിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് വരുമാനം വളരെ കുറവാണ്. ആവറേജ് വരുമാനം, അവർ ഡെയിലി ജോലി ചെയ്ത് ജീവിക്കും. ഇന്ന് അവർക്ക് വേണമെങ്കിൽ അവർക്കൊരു സ്ഥിരമായ വരുമാനമാണ്, അവർക്ക് ആ വരുമാനം ലൈഫ് ടൈം കിട്ടും, പെൻഷനൊക്കെ കിട്ടും. പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് അവര് മാനിഫെസ്റ്റേഷൻ പ്രോസസ്സുകൾ പെയ്ഡ് ക്ലാസ്സിൽ വന്നിട്ട് ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. ഇന്ന് അവർക്ക് ഭയങ്കരമായ വരുമാനം, ഇതിന്റെ കൂട്ടത്തിൽ ഗവൺമെന്റ് ജോലിയല്ല, അതുകൊണ്ടാണ് മറ്റു വരുമാനങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റുന്നത്. അതാണ് നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത്. ഇവിടെ MA യൂസഫ് അലി, ഇപ്പൊ ആരോമൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഇത്ര വരുമാനം കോടിക്കണക്കിന് രൂപ ചിന്തിച്ചാൽ ആരോമൽ അതിലേക്കാണ് പോകുന്നത്. MA യൂസഫ് അലി നമ്മളെ പോലെ ചോരയും നീരും ചിന്തിക്കാനും കഴിവുള്ള ഒരു മനുഷ്യനാണ്, അല്ലെ? അയാൾക്കും MA യൂസഫ് അലി എന്ന് പറഞ്ഞ വ്യക്തിക്കും ഇഷ്ടംപോലെ കാശൊന്നും ഉണ്ടായിട്ട് ജനിച്ച ആളൊന്നുമല്ല MA യൂസഫ് അലി. അദ്ദേഹത്തിന് എന്തുകൊണ്ട് അപ്പം നമ്മൾ വിചാരിക്കണോ നമ്മൾ മിഡിൽ ക്ലാസ് ജനിച്ചാൽ നമുക്ക് ഇത് തന്നെ അവസ്ഥ അങ്ങ് ചിന്തിച്ചാൽ പറ്റൂ? ഇല്ല, എല്ലാവർക്കും പോസിബിൾ ആണ്. കാരണം അത് നിങ്ങൾ കഷ്ടപ്പെടണമെന്ന് ഈ വഴികളൊക്കെ നിങ്ങളുടെ ഫ്രണ്ടിൽ തെളിഞ്ഞു വരും. അത് എത്രയും പെട്ടെന്ന് വരണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അതിന് പ്രോസസ്സ് അതിലേക്ക് വരാം. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പൊ നമ്മുടെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളാണ്. ആ ചിന്തകളെ നിങ്ങൾ കൺട്രോൾ ചെയ്താൽ, ആ ചിന്തകളെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് പോസിറ്റീവ് ആക്കിയ, ശ്രീബുദ്ധൻ പറഞ്ഞത് വെച്ചുകൊണ്ട് ക്ലാസ് ക്ലോസ് ചെയ്യാം. വാട്ട് യു തിങ്ക് യു ബിക്കം. ശ്രീബുദ്ധൻ അന്നത് പറഞ്ഞു. അതിന്റെ ഒരുപാട് സയന്റിഫിക് എക്സ്പെരിമെന്റ്സ് നടന്നു. ആ എക്സ്പെരിമെന്റ്സ് എല്ലാം പ്രൂവ് ചെയ്തതാണ് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കൂ, അതല്ലാതെ മറ്റൊരു പരിപാടി സംഭവിക്കും. എൻ്റെ ലൈഫിലുള്ള എക്സാമ്പിളാണ്. ഞാൻ ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് അതോട് പറഞ്ഞ് ക്ലോസ് ചെയ്യാം. ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഏജ് ഒന്നും റിവീൽ ചെയ്യുന്നില്ല, എങ്കിലും നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഇവിടെ ഒരു സാധ്യതയില്ല, ഇങ്ങനെ ഒരു വരുമാന മാർഗം കണ്ടെത്താനായിട്ട് സാധ്യതയില്ലെന്ന് പല ആളുകളും പറഞ്ഞു. കുടുംബക്കാരെ നീ എങ്ങും പോകാതെ വീട്ടിൽ അടയടക്കുക എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് അതിന്റെ ഇരട്ടി ഇരട്ടി വരുമാനം പല സ്രോതസ്സിൽ നിന്നായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ പോലും വിശ്വസിച്ചിരുന്നില്ല. ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു 3 മാസത്തെ കോഴ്സ് എടുത്ത് ആ ഒരു ഇത് മാത്രമാണല്ലോ, പിന്നീട് എന്തെങ്കിലും ഗവൺമെന്റ് ജോലിക്കൊക്കെ പോവാം എന്നൊരു ചിന്തയിൽ മാത്രമാണ് വരുന്നത്. ഞാൻ പോലും വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ പിന്നീട് ഞാൻ അറ്റൻഡ് ചെയ്ത പിന്നീട് പല രീതിയിൽ എൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഒരു മെന്ററിന്റെ ഒരു കോഴ്സ് വന്നു. ആ ഒരു 6500 രൂപ ഞാനൊരു കടമൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്തു. ആ എമൗണ്ട് ഞാൻ അടുത്ത മാസം ഒരു 1 lakh എബോവ് ഉണ്ടായി. ഞാൻ അഹങ്കാരം പറയുന്നില്ല, സാധ്യതയുണ്ട്. അപ്പൊ സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ നമ്മള് എന്തെങ്കിലും പോസിബിൾ ആണെന്ന് നമ്മൾ ഓരോ മനുഷ്യന്മാരും നിങ്ങൾ ചിന്തിച്ചാൽ അതിനുള്ള സാധ്യത തെളിഞ്ഞു വരും. പണ്ട് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർക്ക് സെയിൽ കുറവായിരുന്നു, സോഷ്യൽ മീഡിയ ഇഷ്ടം പോലെ. ഇന്നത്തെ ലോകം എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാം. വെറുതെ പറയുന്നതല്ല, 100% ഗ്യാരണ്ടിയോട് പറയുന്നതാണ്. എനിക്കതിന്റെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാണ്, ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നല്ല, അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എൻ്റെ ഒരു മെൻറ്ററുണ്ട്, 2 കോടി രൂപ മുകളിലാണ് അദ്ദേഹത്തിന് മാസ വരുമാനം. പക്ഷെ ഇത് സ്ഥിരമായിട്ട് ഇപ്പൊ അപ്പം ഞാൻ ആ പ്രോസസ്സ് വിടാം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ പോസിബിൾ ആണ് നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ. അപ്പൊ പല രീതിയിൽ മാർഗങ്ങൾ തെളിഞ്ഞു വരും. ഏത് രീതിയിലെന്ന് പറയുന്നില്ല. ഇപ്പൊ ചിലർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നതല്ലേ, നാളെ ഒരു ലോട്ടറി അങ്ങ് പോയി എടുത്തോളാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലോട്ടറി എടുത്താൽ അടിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അങ്ങനെയും പോയി ലോട്ടറി എടുക്കുക. ലോട്ടറി എന്ന് പറയുന്ന സംഭവത്തിലേക്ക് ഞാൻ ആളുകളെ തള്ളിവിടാറില്ല. ഇത്രയും നാൾ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സുകൾ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യണം. പക്ഷെ എന്നിട്ട് ലോട്ടറിയിലോട്ട് വിടാത്തതിന് കാര്യം, ലോട്ടറി നമ്മൾ എടുക്കുമ്പോൾ ഓക്കെ എനിക്ക് ലോട്ടറി അടിച്ചു എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവാം. ഇതിലൊരു കുഴപ്പമെന്ന് വെച്ചാൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത നാളെ നടക്കുന്ന പ്രോസസ്സ് അല്ല. ഒന്ന്. രണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ലോട്ടറി പോയിട്ട് എടുക്കും. ഓക്കെ, അത് മനസ്സിലായല്ലോ. ലോട്ടറി പോയിട്ട് എടുക്കുമ്പോൾ ഇവർക്ക് അന്ന്, കാരണം ഇവർ ഇന്ന് ഫോളോ ചെയ്തു, നാളെ മറ്റന്നാളോ പോട്ടെ ഒരാഴ്ചയ്ക്ക് ശേഷം ലോട്ടറി എടുത്തു, ആ ലോട്ടറി അടിക്കുന്നില്ല. കാരണം ഇവരെടുക്കുന്ന ലോട്ടറി കോടിക്കണക്കിന് രൂപയുടെ ലോട്ടറിയാണ്, കാരണം ഇവർ ആ ഫ്രീക്വൻസിയിലേക്ക് വന്നില്ല.
ഇത് അടിക്കാതിരിക്കുമ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് ആവും. ഇവർ വീണ്ടും എടുക്കും, വീണ്ടും അടിക്കും. ഇതൊരു വിഷ്വസ് സൈക്കിളായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഫ്രീക്വൻസി ഒരിക്കലും ക്ലിയർ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അതേസമയം നിങ്ങളൊരു വരുമാന സാധ്യത, നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായിട്ട് പോവുകയാണ്, നിങ്ങൾ ഓൺലൈനിൽ കൂടി ഒരു വരുമാന സാധ്യത കണ്ടെത്തിയാണ്, നിങ്ങൾ ഏതെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റി അന്വേഷിച്ച് പോവുകയാണ്, അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഈസി ആയിട്ട് പോലും നമുക്ക് മണി മേക്ക് ചെയ്യുന്ന പ്രോസസ്സുകൾ അവിടെ നിങ്ങൾക്ക് പറ്റും. എന്തുകൊണ്ടെന്നറിയോ? അവിടെ പറ്റുന്ന കാര്യം, അവിടെ ഇപ്പൊ നിങ്ങൾ ഒരു ദിവസം വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ തുക കിട്ടി. അപ്പൊ ഈ ട്രേഡിങ്ങിലും സൈക്കോളജി ആളുകൾക്ക് വീക്ക് ആവുന്നതിന്റെ കാരണം അതാണ്. ഒന്നവരെ കൃത്യമായിട്ട് ട്രേഡിങ്ങിന് ഇന്ന് ട്രേഡിങ്ങിൽ പോയിട്ട് നാളെ കാശ് ഉണ്ടാക്കാന്ന് പറഞ്ഞു പോകും. ഇവരുടെ സൈക്കോളജി എങ്ങനെയാണെന്ന് അറിയാം വീക്ക് ആവുന്ന. ഇവർ ചാടി കയറി ഗ്രീഡി മൈൻഡ് സെറ്റ് ആയിട്ട്, അപ്പം ഓട്ടോമാറ്റിക്കലി ഇന്ന് ട്രേഡ് ചെയ്ത് നാളെ കാശ് ഉണ്ടാക്കാന്ന് പറഞ്ഞു പോകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇന്ന് ട്രേഡ് ചെയ്തു, ഇന്ന് നഷ്ടം വന്നു, സൈക്കോളജി വീക്കായി, നിങ്ങളുടെ എനർജി വീക്കായി, ചിന്തകൾ വീക്കായി, നിങ്ങളുടെ ഉപബോധ മനസ്സ് വിശ്വസിക്കില്ല. നാളെയും വീണ്ടും ചെയ്യും. വീണ്ടും ചിലപ്പോൾ മറ്റന്നാ പ്രോഫിറ്റ് ഉണ്ടാവും, പക്ഷെ വീണ്ടും ചെയ്യും. അപ്പൊ വീണ്ടും വീണ്ടും നിങ്ങളുടെ ഉപബോധ മനസ്സ് വീക്കാവും. അപ്പൊ സംഭവിച്ചു പോകുന്ന കാര്യം എന്താണ്? നിങ്ങളുടെ സൈക്കോളജി പോയി. സൈക്കോളജി പോകുന്ന വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആൾറെഡി നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ ഈ ട്രേഡിങ്ങിലൂടെ കാശ് നഷ്ടമാകുന്നുള്ള ഒരു ഒറിജിനൽ പ്രൂഫ് കിട്ടി. ഇപ്പൊ നമ്മുടെ ഒരു ആരോഗ്യ അവസ്ഥയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ആ ആരോഗ്യാവസ്ഥ മനസ്സിലാകുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ശരീരം അത് വിശ്വസിക്കും. ആ ബിലീഫിന് ഇല്ലാതാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ടിൽ, അതുകൊണ്ടാണല്ലോ നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാനും, ഇപ്പോ ഞാൻ ഞാൻ കോടീശ്വരനാണ് ചിന്തിക്കുമ്പോഴും ഇത് ഒരു ദിവസം 2 ദിവസം കൊണ്ട് ഞാൻ നിങ്ങൾ നിരന്തരമായ ആവർത്തിച്ച് ചെയ്യാതെ നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റേഷൻ നല്ല ലോകത്ത് ഒരു പരിപാടിയും നടക്കില്ല. അതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിട്ട് വന്ന ഒരാള് ഒരു കുറച്ചു മുന്നേ, അങ്ങനെ ഒരുപാട് ക്ലയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ആദ്യമൊക്കെ ഇത് വർക്ക് ചെയ്യുന്നില്ല. ഒരു പുള്ളി, പേര് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. അതായത് ഞാൻ ഈ ക്ലാസ്, പുള്ളിക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ദുബായിലോ എന്തോ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ക്ലാസ് കൊടുത്തു. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഇതൊന്നും റിസൾട്ട് കിട്ടൂല. ഞാൻ പറഞ്ഞിട്ട് പുള്ളി ചൂടായിട്ട് പുള്ളിക്ക് റീഫണ്ട് വേണമെന്ന് പറഞ്ഞു. റീഫണ്ട് വാങ്ങിച്ചു പോയി. സത്യസന്ധമായിട്ട് പറയാം, മൂന്നോ നാലാമത്തെ ദിവസം നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയായ റിസൾട്ട് എന്താണ്? ഇന്ന് ഫോളോ ചെയ്ത് നാളെ റിസൾട്ട് ഉണ്ടാക്കാൻ നോക്കും. നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഇപ്പൊ 25 വയസ്സുള്ള ഒരു വ്യക്തി, 25 വയസ്സുള്ള ഒരു, ഇപ്പൊ ക്ലാസ് ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യാം. 25 വയസ്സുള്ള ഒരു വ്യക്തി, ഇല്ലേ ടൈം നോക്കിക്കോട്ടെ, ഓക്കെ. 25 വയസ്സുള്ള ഒരു വ്യക്തി 25 വർഷത്തെ പ്രോഗ്രാമിങ്ങുമായിട്ടാണ് വരുന്നത്. ശരിയല്ലേ? 25 വയസ്സുള്ള ഒരു വ്യക്തി 25 വർഷത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 25x365 ദിവസത്തെ പ്രോഗ്രാമുമായിട്ടാണ് ഇന്ന് ഫോളോ ചെയ്തിട്ട് നാളെ റിസൾട്ട് നേടിയെടുക്കാൻ പോകുന്നത്. ഈ ക്ലാസ്സിൽ തന്നെ പലതരം സാമ്പത്തിക അവസ്ഥയിൽ, വീടുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അവസ്ഥയിലുള്ള ആളുകളുണ്ടാവാം. അതിൽ പല ആളുകളും പഠിക്കുന്നുണ്ടാവാം, പല ആളുകളും ജോലി ചെയ്യുന്നുണ്ടാവാം. ആ നിങ്ങൾ ഇന്നിപ്പോ എന്നെ കണ്ടു, നിങ്ങളുടെ വർക്കിംഗ് എക്സ്പീരിയൻസിൽ, എൻവയോൺമെന്റിൽ കുറച്ച് ആളുകളെ കാണും. ഒരുപാട് ആളുകളുമായി കാരണം ഒരു വ്യക്തിയുടെ ഫോർമേഷൻ തുടക്ക സമയത്ത് 7 വയസ്സ് വരെയൊക്കെ, കാരണം വെളിയിലൊന്നും പോകുന്നില്ലല്ലേ, വീടുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമിംഗ് ആണ്. അത് ഡീപ്പ് റൂട്ടഡ് പ്രോഗ്രാമിംഗ് ആണ്. അത് മാറ്റാനേ ബുദ്ധിമുട്ടാണ്, ഹീലിങ്സിലൂടെ തന്നെ മാറ്റാൻ ബുദ്ധിമുട്ടാണ്. പിന്നീട് ഉള്ള കാലഘട്ടത്തിൽ കുറച്ച് വലുതാകുമ്പോഴുള്ള പ്രോഗ്രാമിങ്സ് ഉണ്ട്. അപ്പൊ അത്രയും നാളത്തെ പ്രോഗ്രാമിങ്സ് കിടക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ലൈഫിൽ പലപ്പോഴും വെല്ലുവിളികൾ ഉണ്ടാകും. അല്ലെങ്കിൽ ഇന്ന് വന്നിട്ട് നാളെ ലൈഫിൽ ചേഞ്ചസ് വരുത്താൻ പറ്റാത്തത്. അപ്പോഴും പറയുന്നുണ്ട്, വീണ്ടും ഞാൻ ആവർത്തിച്ച് ദിസ് ഈസ് ആൻ എനർജി ബേസ്ഡ് യൂണിവേഴ്സ്. ഇവിടെ നിങ്ങൾ കഷ്ടപ്പെടുന്നു എന്നുള്ള കാരണം കൊണ്ടല്ല നിങ്ങൾക്ക് പൈസ കിട്ടുന്നത് എന്നും പറഞ്ഞ് വെറുതെ നമുക്ക് കാശ് കിട്ടുമെന്ന് പറയുന്നില്ല. പക്ഷെ എളുപ്പത്തിൽ കാശുണ്ടാക്കാൻ നമ്മുടെ ദേഹം അനങ്ങി പണിയെടുക്കാതെ, അല്ലെങ്കിൽ നമ്മളൊരു ലാപ്ടോപ്പിന്റെയോ കമ്പ്യൂട്ടറിന്റെയോ ഫ്രണ്ടിൽ ഇരുന്ന് പണിയെടുക്കാതെ കാശുണ്ടാക്കാൻ പറ്റുള്ള മാർഗങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൽ തെളിഞ്ഞു വരും. എപ്പോൾ? ഒന്ന് ഇത്രയും കേട്ടിട്ടൊന്ന് പറഞ്ഞേ. എപ്പോൾ? നിങ്ങൾ ഓരോരുത്തർ ഇത്രയും കേട്ടതാണല്ലോ. എപ്പോഴായിരിക്കും അത്തരത്തിലൊരു മാർഗം നിങ്ങളുടെ ഫ്രണ്ടിൽ തെളിഞ്ഞു വരിക? ഇപ്പം ഒരു 5-6 മിനിറ്റ് കൂടെ ഉണ്ട്, ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ, ചാറ്റിലേക്ക് ടൈപ്പ് ചെയ്യുക. ഇത്രയും കേട്ടല്ലോ. എപ്പോഴായിരിക്കും എളുപ്പത്തിൽ കാശുണ്ടാക്കാനുള്ള മാർഗം നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വരും, മാനിഫെസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് പറഞ്ഞേ. ഇപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് എന്നുള്ള പ്രോഗ്രാമിംഗ് ആണ് കിടക്കുന്നത്. എപ്പോ? ഒന്ന് ആരെങ്കിലും ഒരാളൊന്ന് ചാറ്റ് ചെയ്തേ, നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നു പറഞ്ഞേ. നമ്മൾ തീർച്ചയായിട്ടും ഹൈ ഫ്രീക്വൻസി ആവുമ്പോൾ തന്നെയാണ്. അതിനെക്കാട്ടി ഞാൻ കുറച്ചുകൂടെ ക്രോസ് ആയിട്ടൊരു ഉത്തരം വേണം.
ഹൈ ഫ്രീക്വൻസി ആകുമ്പോൾ ആ ആഗ്രഹം നടക്കുമെന്നേ ഉള്ളൂ. പക്ഷെ അത് കഷ്ടപ്പെട്ടുള്ള ആഗ്രഹം നടത്താമല്ലോ, കഷ്ടപ്പെട്ടും സംഭവിക്കുമല്ലോ. നമ്മുടെ ആഗ്രഹം നേടിയെടുക്കാൻ പറ്റുമെന്നേ ഉള്ളൂ. ഒന്ന് പറഞ്ഞേ, ഓരോരുത്തരും ഒന്ന് പറഞ്ഞേ, എപ്പോഴായിരിക്കും നിങ്ങൾക്ക് ആഗ്രഹം നേടിയെടുക്കാൻ പറ്റുക? അതുമല്ല, ഹാപ്പി ആയിരിക്കും പോലെയുള്ള. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യണം. ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്നുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പോകണം. പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹം നേടിയെടുക്കാൻ പറ്റൂ. ഒന്ന്, ഒരു മാർഗം കഷ്ടപ്പെട്ട് നേടിയെടുക്കുക. അപ്പോഴും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാണ്. ഒന്ന് എളുപ്പത്തിൽ നേടിയെടുക്കുക. പറയട്ടോ, നിങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുമ്പോൾ, എനിക്ക് പണക്കാരനാകുമെന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ പണക്കാരനാകുന്നില്ല. അല്ല, പണക്കാരനാകും. കഷ്ടപ്പെടാം, അല്ലാതെയും കഷ്ടപ്പെടാം, നേടിയെടുക്കാം. നിങ്ങൾ എളുപ്പത്തിൽ കാശുണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഉപബോധ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ, ശരിയല്ലേ, നിങ്ങൾ എളുപ്പത്തിൽ കാശുണ്ടാക്കാനുള്ള മാർഗത്തിൽ എന്താണോ. എൻ്റെ ഒരു മെൻറ്ററുണ്ട്, അദ്ദേഹം പറഞ്ഞു, ഒരു മാസം 2 കോടി രൂപ ഓട്ടോ പൈലറ്റ്, അതായത് ഒരു പണിയും ചെയ്യാതെ ഓട്ടോ പൈലറ്റ് ആയിട്ട്, അതായത് ഒന്നും അറിയാതെ ബാങ്കിലേക്ക് ക്യാഷ് വരും എന്നുള്ള ഒരു അഫർമേഷൻസ് പുള്ളി പറഞ്ഞു. അതേ കണക്ക് സംഭവിച്ചു. നമ്മുടെ ഒരു പുസ്തകം ഉണ്ടല്ലോ, പവർ ഓഫ് സബ് കോൺഷ്യസ്, പറയുന്നുണ്ട്, മകൾക്കൊരു ആക്സിഡന്റ് വന്നിട്ട് ഒരു അസുഖം വരുന്നുണ്ട്. അച്ഛൻ റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എൻ്റെ കൈയോ കാലോ എടുത്തോ എൻ്റെ മകളെ എന്താണ് കോമ സ്റ്റേജിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് അച്ഛൻ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അച്ഛൻ പറയുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവിച്ചു? മകളുടെ സംഭവം റെഡിയായി, അച്ഛന് പ്രശ്നവും. ആ പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ്. മകളുടെ സംഭവം റെഡിയായി, അച്ഛന് പ്രശ്നം വന്നു. നിങ്ങൾ എന്ത് ഉപബോധ മനസ്സിന് പറഞ്ഞ് പഠിപ്പിച്ചാലും അത് റെഡിയാക്കും. അതുകൊണ്ടാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത്, മേക്കിംഗ് മണി സൂപ്പർ ഈസി. പൈസ ഉണ്ടാക്കുന്ന വളരെ എളുപ്പമാണ്. കാലങ്ങളായിട്ട് കേട്ടത് നിങ്ങളുടെ അച്ഛനും അമ്മയും, മോളെ മിക്ക വീട്ടിൽ കേട്ടിട്ടുള്ള, മോളെ കറണ്ട് അങ്ങ് ഓഫ് ചെയ്യ്, വെറുതെ കറണ്ട് ചെലവാക്കുന്ന വീട്ടിൽ, നിങ്ങൾ എല്ലാവരുടെയും വീട്ടിൽ കേട്ടിട്ടുണ്ടാവും. എൻ്റെ വീട്ടിൽ കേൾക്കുന്നതാണ്. ഇപ്പൊ ഫാൻ അങ്ങ് ഓഫ് ചെയ്യ്, തീർന്നു പോകുമോ എന്നുള്ള പേടി. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വെച്ചാല്, ഫൈനൽ ക്ലോസ് ചെയ്യുന്നു. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചിന്തിക്കേണ്ട. ഇന്നു മുതൽ, നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ, അലൈൻമെന്റും ശരിയാണ്, അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കുമ്പോൾ ശരിയാണ്. നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത്, ഇന്നു മുതൽ നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ വാട്ട്? നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ചിന്തയും തന്നെ ഹൈ എനർജി വൈബ്രേഷൻ ആണെങ്കിൽ, എല്ലാ ആളുകളെ പറ്റിയും നല്ല രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് പിന്നെ ദുഃഖമില്ല. ഒരാൾ നിങ്ങളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയാൽ, ഒരു 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 മോശം അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിലും, നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ചിരിക്കാൻ പഠിച്ചാൽ, ഉപബോധ മനസ്സിന് നല്ലത് മാത്രം. വൈറ്റ് ബോർഡ് ആരോ ഓൺ ചെയ്തിരുന്നു? ഓഫ് ചെയ്തേ. ഓക്കെ. നിങ്ങൾ ഉപബോധ മനസ്സിൽ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചാൽ നിങ്ങളുടെ ലൈഫ് റെഡിയായി. ഓക്കെ, അതാണ് പ്രോസസ്സ്. ഇത്രയും പറഞ്ഞ കാര്യം കൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ഇതുപോലുള്ള ക്ലാസ്സുകൾ നമ്മുടെ കൂടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ യൂട്യൂബിൽ കാണുന്ന ആൾ കമന്റ് സെക്ഷനിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. പെയ്ഡ് ക്ലാസ് നമ്മൾ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ക്ലാസ് ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിലാണ് പോകുന്നത്. എങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ചിന്തിക്കാം? പെയ്ഡ് ക്ലാസ് അത്രയും സിസ്റ്റമാറ്റിക് ആണ്. എങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ചിന്തിക്കാം? ഓക്കെ, അതൊന്ന്. അതിനുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. രണ്ടാമത്തെ പ്രോസസ്സ്, ഒരു ചിക്കൻ കടയിൽ പോയി നിങ്ങൾ ചിക്കൻ വാങ്ങിച്ചു. അതാണ് ചിന്തകൾ എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാം, അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം. രണ്ട്, ആ ചിക്കനിൽ എങ്ങനെ മുളകുപൊടിയും മഞ്ഞപ്പൊടി ഇട്ട് കറി വയ്ക്കാം, അതിനാണ് അലൈൻമെന്റ് എന്ന് പറയുന്നത്. 3, 4, 5 കാര്യങ്ങളുണ്ട്. മഞ്ഞപ്പൊടി ഇട്ടു. പിന്നെന്താണ്? ആ ചിക്കനിൽ എന്തെങ്കിലുമൊക്കെ കടയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അഴുക്കുണ്ടെങ്കിൽ എടുത്ത് കളയാം. ഞാൻ എപ്പോഴും പറയും, ഒരു പാത്രത്തിൽ ചെളി ഉണ്ടെങ്കിൽ ചെളി കോരിക്കളഞ്ഞാലേ വെള്ളം കുടിക്കാൻ പറ്റും. നെഗറ്റീവ് ചിന്തകളൊക്കെ കുറെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുമ്പോൾ നമ്മുടെ മേജർ ചിന്തകൾ റിയാലിറ്റിയായി മാറും. കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ അത് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ പെട്ടെന്ന് മറ്റു കാര്യങ്ങൾ റിയാലിറ്റിയായി മാറില്ല. അതും പറ്റും. ഉറപ്പായി നിങ്ങൾ മാനിഫെസ്റ്റ്, ഇന്ന് മുതൽ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ 100% നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് എന്താണോ മാനിഫെസ്റ്റ് ചെയ്യും. അപ്പൊ ടൈം എടുക്കും. കാരണം എന്താണ്?
80%, 80-20 റൂൾ എന്നൊരു റൂളുണ്ട്. നമ്മുടെ മേജർ ആയിട്ടുള്ള തോട്ട് പ്രോസസ്സ് എന്താണോ അതാണ് റിയാലിറ്റി ആയി മാറുക. നമ്മുടെ മേജർ തോട്ട് പ്രോസസ് ആണ് റിയാലിറ്റി ആയി മാറുക. അപ്പൊ 80-20 റൂളില് 80% നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ റിയാലിറ്റി ആയി മാറും. പക്ഷേ നിങ്ങളുടെ കഴിഞ്ഞ സിറ്റുവേഷൻ നോക്കുമ്പോൾ അത്രയല്ല. അപ്പൊ ടൈം എടുക്കും, സ്ട്രഗിൾ ചെയ്യും. അതിനാണ് ഹീലിങ്സ്. ഹീലിങ്സ് കൃത്യമായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ, വീണ്ടും പറയുന്നു, ഇതിൽ പലരും ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും, മറ്റു പല മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ലോകത്ത് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ പരിപാടിയേ ഇല്ല. നേടിയെടുക്കാൻ പറ്റും. വീണ്ടും പറഞ്ഞു, വാട്ട് യു തിങ്ക് ഓൺലി യു ബിക്കം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ നിങ്ങൾ അത് മാത്രമേ ആയിത്തീരൂ. താങ്ക് യു.